കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ആരതിയുടെ കല്യാണം മുടങ്ങുവാണ്. അപ്പൊ ആരതിയുടെ കല്യാണം മുടങ്ങാനായിട്ട് കാരണക്കാരൻ വേറെ ആരും നമ്മുടെ ശങ്കറാണ്. അപ്പൊ ശങ്കർ ആ കല്യാണം ആ പെണ്ണ് കാണൽ ചടങ്ങിന് സമയത്ത് ഗൗരിയും ശങ്കറിനെയും അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് മഹാദേവന്റെ മകനാണ് ശങ്കർ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മിഥുന്റെ അമ്മാവൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെട്ടിത്തുറന്ന് പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ അവരോട് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീട് മിഥുന്റെ അമ്മാവനെ പിടിച്ച് തല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുന്റെ അമ്മാവനും അമ്മയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുമായിരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആരതിയാണെങ്കിലോ ഇത്ര നാൾ കാത്തിരുന്ന് ഇതിനും പെണ്ണ് കാണാൻ വന്ന അപ്പോൾ ഉടനെ കല്യാണം നടക്കും. ആ ഒരു സന്തോഷത്തിലായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവരും. ഈ സമയത്താണ് അങ്ങോട്ട് ഗൗരിയും ശങ്കറും കൂടെ വരുന്നത്. അപ്പൊ ശങ്കർ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ വരുന്നില്ല ഗൗരി, കാരണം എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി എഡ്യൂക്കേഷൻ കുറവാണ്. ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാണം കെടുമല്ലോ. അത് പഠിച്ച് വലിയ ഡോക്ടറല്ലേ ആദ്യമേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗൗരി സമ്മതിച്ചില്ല. ഗൗരി പറഞ്ഞു, ബാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാനല്ല കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ ശങ്കറും ഗൗരിയും കയറി വന്നു കഴിഞ്ഞപ്പം പ്രൊഫസർ പരിചയപ്പെടുത്തുവാണ്. ഇതെൻ്റെ മകള് ഗൗരി, ഇത് അവരുടെ ഭർത്താവ് ശങ്കർ എന്ന് പറയണം. ശങ്കറിനെ അറിയുമായിരിക്കും, മഹാദേവന്റെ മകനാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വേണുവിലൊരു ഞെട്ടലുണ്ടായി. കാരണം ഞെട്ടാൻ കാരണം വേറൊന്നുമല്ല, ഇതിനു മുമ്പ് മഹാദേവൻ ഒരു തവണ ഇലക്ഷൻ നിന്ന സമയത്ത് വേണു ഇലക്ഷന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അമ്മാവൻ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് വേണുവിന്റെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്താ. അത് ആദ്യം നമ്മൾ നേരത്തെ മുമ്പ് കുറെ നാൾ മുമ്പ് കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ തുടങ്ങുന്ന സമയത്ത് അന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചിട്ട് വേണുവിന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താ മഹാദേവൻ. അപ്പൊ അത്രയ്ക്ക് ക്രൂരനെ മഹാദേവൻ നന്നായിട്ട് അറിയാവുന്ന കാര്യം വേണുവിന്. പെട്ടെന്ന് വേണുവിന്റെ മുഖം അങ്ങോട്ട് മാറി. ഇതാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പിന്നീട് വേണു ആ കാര്യങ്ങളൊക്കെ പറയാണ്. മഹാദേവൻ ചെയ്ത അങ്ങനെ തന്നോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം വിളിച്ചു പറയാണ് അവിടെ ഇരുന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേണിയുടെ മുഖം താണു. വേണിക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ശങ്കറിന്റെ മുഖം വല്ലാതായി. പക്ഷെ ശങ്കർ എന്ത് ചെയ്യുവാണ്? ശങ്കർ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. തൻ്റെ അച്ഛനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ അവിടെ കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഇത് പ്രൊഫസർക്ക് സഹിച്ചില്ല. നല്ല ഒന്നാന്തരം ചടങ്ങ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് പ്രൊഫസർ പറഞ്ഞു, അല്ലെങ്കിൽ മഹാദേവനെ കുറിച്ച് നല്ല എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിന് തൃപ്തിയായി. ശങ്കർ എന്ത് ചെയ്യുക, ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗൗരി പറഞ്ഞു, ശങ്കറെ പോവില്ല, നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് പോവരുതെന്ന് പറയാണ്. പക്ഷേങ്കിൽ ശങ്കറിന്റെ ദേഷ്യം അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശങ്കർ എന്ത് ചെയ്യുവാണ്, ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും വേണു എന്ത് ചെയ്യാണ്, വേണു മഹാദേവനെ കുറിച്ച് വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. ഇത് കേട്ട് ശങ്കർ ഇങ്ങോട്ട് വന്നിട്ട് വേണുവിന്റെ കഴുത്തിനെ കൂടെ കുത്തി പിടിക്കുവാണ് അങ്ങോട്ട്. എന്നിട്ട് പറഞ്ഞു, ദേ, എൻ്റെ അച്ഛനെ കുറിച്ച് ഇത്രയും വൃത്തികേടുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷെ ഇപ്പൊ ഈ വീട് വേറെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് ഒരു നിമിഷം എന്ത് ചെയ്യണം തരത്തില്ല വേണിയും ആദർശം പ്രൊഫസറെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. മിഥുനും ആരതിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. കാരണം ആരതിയും മിഥുനൊക്കെ കാത്തിരുന്നാണ് ഇങ്ങനെ ഒരു ദിവസം വന്നെത്തിയത്. ആ സമയത്ത് തന്നെ ശങ്കർ ഇങ്ങനെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ ആരും വിചാരിച്ച കാര്യമല്ല. മഹാദേവൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണു പറഞ്ഞത് തന്നെ. അങ്ങനെ എന്ത് ചെയ്യുവാണ്, ശങ്കർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ശങ്കർ പോയി കഴിയുമ്പോഴത്തേനും ഗൗരിക്കും വല്ലാത്ത വിഷമമായി പോയി. ഗൗരിക്ക് കൂടെ പോകണോ നിൽക്കണോ എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായി പോയി. പിന്നീട് ശങ്കറിന്റെ പുറകെ തന്നെ ഗൗരി ഇറങ്ങി പോവാണ്. ആകെപ്പാടെ അസ്വസ്ഥയായി. പിന്നീട് മിഥുന്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഈ കല്യാണത്തെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, അതിനുശേഷം മതി എന്ന് പറയണം. മിഥുനെ വിളിച്ചിട്ട് ബാടാ പോവാന്ന് പറയണം. മിഥുന്റെ മുഖം സങ്കടം കൊണ്ട് എന്തോ പോലെയായിപ്പോയി. ഇതിന് എന്തേലും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണല്ലോ. പോരാത്തിന് ശങ്കർ കോളർ കുത്തിപ്പിടിക്കാൻ അടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഫസർക്കും ഭയങ്കര സങ്കടവും ദേഷ്യമായി. അതോടൊപ്പം തന്നെ നന്ദിനിയമ്മയ്ക്ക് ആരതിയാണ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വേണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു വേണിയും പെട്ടുപോയി. അച്ഛൻ്റെ സൈഡ് നിൽക്കണോ അതോ ഇവരുടെ സൈഡ് നിൽക്കണോ, രണ്ടിനും ഇടയിൽ വേണി പെട്ടുപോകണം. ഈ സമയത്ത് മഹാദേവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മഹാദേവൻ അറിഞ്ഞു പ്രൊഫസറുടെ ആ വീട്ടിലെ കല്യാണം മുടങ്ങിയെന്നുള്ളത്. അതിനു വേണ്ടി മഹാദേവൻ കുറച്ച് പണിയൊക്കെ പയറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഡോക്ടർ ഒരു കാരണവശാലും ആ വീട്ടിലേക്ക് കയറി വരില്ല, മരുമോനായിട്ട് കയറി വരില്ല.
തൻ്റെ മോനേക്കാളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആരും വന്ന് ആദ്യനെ കല്യാണം കഴിക്കരുത്. അതാദ്യമേ തന്നെ ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ പ്രൊഫസറോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്താ. ഒരു ഡോക്ടറാണോ പറഞ്ഞായിട്ട് വരുന്നതൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അയാൾക്ക് നല്ല മഹാദേവന് നല്ല അസൂയ ഉണ്ടായിരുന്നു. തങ്കച്ചിയോട് പറയുകയും ചെയ്തു ഒരു കാരണവശാലും ഈ വിവാഹം നടക്കില്ല, അന്നും നടത്താൻ സമ്മതിക്കില്ലെന്ന് മഹാദേവന്. പിന്നീട് ശങ്കർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മഹാദേവൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മഹാദേവൻ തങ്കച്ചിയോട് ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നുണ്ട്. എടി ആ കല്യാണം മുടങ്ങി കേട്ടോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പ്രൊഫസർക്ക്. ഇപ്പൊ ഡോക്ടറെ മരുമാനാക്കാന്ന് വിചാരിച്ചോണ്ടിരുന്ന എല്ലാം തകിടം മറിഞ്ഞു പോയില്ലേ. അവള് നാണം കെട്ടിങ്ങോട്ട് വരുവാ ഗൗരിന്ന്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. തങ്കച്ചിക്ക് സന്തോഷമായി. പക്ഷെ പോകുന്ന വഴിക്ക് ഗൗരി ശങ്കരനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുക മാത്രമല്ല ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് ശങ്കർ കൂട്ടാക്കുന്നില്ല. ശങ്കർ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഗൗരി പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത്? ആരതി എത്രമാത്രം കാത്തിരുന്നാന്നറിയാം. അവളുടെ മനസ്സിൽ മിഥുനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അല്ല നിങ്ങൾ എന്തിനാ അവിടെ പോയി ദേഷ്യപ്പെട്ടെ? നിങ്ങളുടെ അച്ഛൻ ചെയ്ത പ്രവർത്തികളൊക്കെ തന്നെയല്ലേ അവര് വിളിച്ചു പറഞ്ഞുള്ളൂ. അതിനതിന് മാത്രം ദേഷ്യപ്പെടാനുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശങ്കർ പറഞ്ഞു എൻ്റെ അച്ഛനെ കുറിച്ചല്ലേ പറഞ്ഞേ, നിന്റെ അച്ഛനെ കുറിച്ച് അല്ല പറഞ്ഞേ. അത് കേട്ട് ഞാൻ അവിടെ അടങ്ങിയിരിക്കണമെന്നാണ് നീ പറയണേ. അയക്കെട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ പോകുന്നതിന്റെ ദേഷ്യം എനിക്കുള്ളെന്നൊക്കെ പറയാണ്. ഗൗരിക്ക് മനസ്സിലായി ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇപ്പം ആരതി ആ പാടെ വിഷമത്തിലായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഗൗരി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ശങ്കർ കാരണം വിവാഹം മുടങ്ങുകയും ഇനിയിപ്പം ഗംഗ ഇനിയിപ്പം ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല. ശങ്കറിൻ്റെ മനസ്സിലേക്ക് ഇനിയിപ്പം ഗംഗ എരിപുരി കയറ്റി കൊടുക്കുമായിരിക്കും. ഇപ്പം ഗംഗയ്ക്ക് ശങ്കറിനോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ അവസരം മാക്സിമം ഉപയോഗിക്കാനായിട്ട് ഗംഗ നോക്കുള്ളൂ. ഗൗരി അകറ്റാനായിട്ട് ശ്രമിക്കും. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.